നമസ്കാരം. വളരെ ആശങ്കാജനകമായ വാർത്തകളാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. ഡൽഹി പോലീസ് ഏതാണ്ട് 9ഓളം ഭീകരവാദികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9ഓളം ഭീകരവാദികൾ രാജ്യവ്യാപകമായി, പ്രത്യേകിച്ച് ഡൽഹി NCRലും അതിൽ തന്നെ ഡൽഹിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലും ആക്രമണങ്ങൾ നടത്തുവാനായി പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടി ഡൽഹിയിലെ ഈ ക്ഷേത്രത്തിലും മറ്റ് പല പ്രധാന സ്ഥലങ്ങളിലും ഡൽഹി സൊനാപേട്ട് ഹൈവേയിലെ ഒരു പ്രധാന വളരെയധികം പ്രസിദ്ധമായൊരു ദാബ അറിയാമല്ലോ, ഒരു ഭക്ഷ്യശാലയാണ്, വഴിയോര ഭക്ഷ്യശാല. പക്ഷേ ഇപ്പോൾ അതിൽ തന്നെ വളരെ ഒരു അപ്പ് മാർക്കറ്റ് ഭക്ഷ്യശാലയിലുമൊക്കെ അവർ പരിശോധനകൾ നടത്തിയിരുന്നു. പലതവണ അവിടെ ചെല്ലുകയും സ്ഥലം മനസ്സിലാക്കുകയും, റെക്കോണസൻസ് എന്ന് പറയുമല്ലോ, അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്തിരുന്നു. 9ഓളം പേരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി, അതിൽ തന്നെ പ്രധാനമായി ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും. പഞ്ചാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. ഒപ്പം തന്നെ ഈ ഖാലിസ്ഥാനി ഭീകരവാദികളെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് പ്രാദേശിക തലത്തിൽ അവിടെയുള്ള സംസ്ഥാന ഭരണകൂടം. അത്തരത്തിലുള്ള ഒരു സ്ഥിതിഗതികൾ നിലവിലിരിക്കെ ഡൽഹിയിൽ ഇപ്പോൾ 9ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ് ഗ്യാങ് ബസ് 2.0 എന്ന പേരിട്ടൊരു ഓപ്പറേഷൻ്റെ ഭാഗമായി അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രത്തെയും മറ്റ് പല തന്ത്രപ്രധാനമായ മേഖലകളെയും, ഹിസാറിലെ സൈനിക ആസ്ഥാനത്തെയും ഒരു സൈനിക താവളത്തെയും BJPയുടെ സംസ്ഥാന ആസ്ഥാനത്തെയും ഒക്കെ, ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്തെ ഉൾപ്പെടെ പല ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവരുടെ പാകിസ്ഥാനിൽ നിന്നുള്ള ബന്ധങ്ങളും ഇപ്പോൾ വെളിവായിട്ടുണ്ട്. ISIക്ക് വേണ്ടി പാകിസ്ഥാനിലെ അധോലോകത്തിലെ ഇപ്പോൾ പ്രമുഖനായ ഒരു ക്രിമിനൽ ഷെഹസാദ് ഭട്ടി ആയിരുന്നു ഇവരുടെ ഹാൻഡിലർ എന്ന് പറയുന്നത്. പാകിസ്ഥാനിലിരുന്ന് ഭാരതത്തിലെ ഇവരുടെ ഭീകരാക്രമണങ്ങൾ ക്രോഡീകരിച്ച് നിയന്ത്രിക്കുന്ന ഹാൻഡിലർ ഷെഹസാദ് ഭട്ടി എന്ന അധോലോക ക്രിമിനലാണ് എന്നുള്ള വിവരങ്ങളും ഡൽഹി പോലീസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങളുടെ ഒരു പദ്ധതി ഇവർ തയ്യാറാക്കുന്നത് തുടരെയുള്ള ഒരു ആക്രമണങ്ങളായിട്ട് ഭാരതത്തിൽ നടത്തുവാനായിരുന്നു. ഒരേ സമയം ഈ മുംബൈയിലെ ബോംബ് സ്ഫോടനങ്ങൾ പോലെ ഒരേ സമയത്ത് തന്നെ ഒരു ശൃംഖല പോലെ തുടരെ ചിന്തിക്കുവാനുള്ള സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നടത്തുക. പ്രത്യേകിച്ച് ഡൽഹി NCRലും BJPയുടെ ദേശീയ ആസ്ഥാനത്തും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല ഡൽഹി പോലീസ്. അതുകൊണ്ടാണ് പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവയ്ക്കാത്തത്. തത്വമൈ ന്യൂസിനോട് പ്രത്യേകിച്ചുള്ളൊരു നിർദ്ദേശം തന്നെ ഉന്നത തലങ്ങളിൽ നിന്നുണ്ട്. തൽക്കാലം ആ പേര് പുറത്തു വിടണ്ട എന്നുള്ളത്. താമസിയാതെ തന്നെ ആ പേരും വെളിപ്പെടുത്തുന്നതാണ്. പക്ഷേ പ്രാധാന്യമുള്ളൊരു വാർത്ത, ആശങ്കാജനകമായൊരു വാർത്ത, വലിയൊരു ഭീകരാക്രമണ ശ്രമമാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ഡൽഹി പോലീസും സംയുക്തമായി നടത്തിയ ഈ ഓപ്പറേഷനിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു കാര്യം എന്തായാലും വ്യക്തമാകുന്നുണ്ട്. ഒരു സമാധാനം നൽകുന്നൊരു വ്യക്തത നമുക്ക് ലഭിക്കുന്നത്, പഴയ പോലെ ഈ ഭീകരാക്രമണ പദ്ധതികൾ അത്ര ഫലിക്കുന്നില്ല. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആശങ്കാജനകമായ മറ്റൊരു വശം, ഈ ആക്രമണങ്ങൾ അവർക്ക് ഒരു തവണ വിജയിച്ചാൽ മതി. രഹസ്യാന്വേഷണ ഏജൻസികൾക്കും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കുമെല്ലാം എല്ലാ തവണയും ജയിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഒരു തവണ ഇതുപോലെ ഏതെങ്കിലും ഒരു പദ്ധതി പൊളിക്കുന്നതിനിടയിൽ തന്നെ അവർ പൊട്ടിത്തെറിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്, ഡൽഹിയിൽ നടന്നതുപോലെ. കാരണം ഡൽഹിയിൽ ഉമർ നബി എന്ന ജിഹാദി പൊട്ടിത്തെറിച്ചത് അയാളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലല്ല പൊട്ടിത്തെറിച്ചത്. അയാളെ പോലീസ് പിടികൂടുമെന്നുള്ളൊരു ഘട്ടമെത്തിയപ്പോൾ ഉള്ളതാകട്ടെ എന്ന് കരുതി 10 പേരെങ്കിൽ 10 കാഫറുകളെ കൊന്നാൽ അത്രയും ഹൂറികളെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് അയാൾ പൊട്ടിത്തെറിച്ച് മരിച്ചത്. അതുകൊണ്ട് തന്നെ അപകടം ഒഴിഞ്ഞിട്ടില്ല. അവരുടെ പല്ലിന് ശൗര്യം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും നിയമ സംവിധാനത്തിൻ്റെയും നിതാന്ത ജാഗ്രത മൂലം പഴയ പോലെ ഫലിക്കുന്നില്ല. അതിർത്തി പ്രദേശങ്ങളിലെല്ലാം നിതാന്ത ജാഗ്രത പുലർത്തുന്ന നമ്മുടെ സൈന്യം, ശക്തമായൊരു ഭരണകൂടം, ഇതെല്ലാം ചേർന്ന് ഭീകര സംവിധാനങ്ങളെ കുറേയൊക്കെ നിർവീര്യമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഭാരതത്തിനുള്ളിൽ തന്നെ അവരെ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലും, മറ്റ് കാര്യമായിട്ടുള്ള രീതിയിൽ, അത് പണമായിട്ടോ ഒളിച്ചു താമസിക്കുവാനുള്ള സ്ഥലങ്ങളായിട്ടോ അല്ലെങ്കിൽ താവളങ്ങളായിട്ടോ വാഹനങ്ങളായിട്ടോ ഭക്ഷണമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കുവാൻ വെമ്പി നിൽക്കുന്ന ഒരു കൂട്ടർ ഭാരതത്തിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടും അപകടം ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയുന്നു, നിതാന്ത ജാഗ്രത പുലർത്തണമെന്നുള്ളത് ഇതിൽ ഒരു സംശയവുമില്ല. തന്നെയുമല്ല, രഹസ്യാന്വേഷണ ഏജൻസികൾ രാജ്യമൊട്ടാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ബംഗാൾ ഭരണ
സുവേന്ദു അധികാരി കൈയേറ്റ് കഴിഞ്ഞു. ഇത്തരത്തിലുള്ളൊരു വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെ ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ ജനശ്രദ്ധ നേടുന്ന നിരവധി സംഭവ വികാസങ്ങൾ ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക വർദ്ധിക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നില്ലായിരുന്നുവെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള BJPയുടെ ദേശീയ ആസ്ഥാനം ആക്രമിക്കുക, ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, വളരെ പ്രസിദ്ധമായ ആളുകൾ ഒരുപാട് തടിച്ചുകൂടുന്നൊരു ഭക്ഷണശാല ആക്രമിക്കുക, ഡൽഹി NCR പോലുള്ള വളരെ തിരക്കേറിയൊരു വീതിയിൽ മുംബൈയിലുണ്ടായതുപോലെ ഒരു ആക്രമണം നടത്തുക, ഇത്തരത്തിലുള്ള പദ്ധതികൾ അവർ നടപ്പാക്കിയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഭാരതത്തെ തേടിയെത്തിയേനെ. ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഭാരതം പോകേണ്ടൊരു സാഹചര്യം വീണ്ടും ഉരുവായി വന്നേനെ. ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടത്തുകയോ, പക്ഷേ അത് നടത്തി പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകളെ തകർക്കുന്നതെല്ലാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായ സംഗതിയാണെങ്കിൽ കൂടി നഷ്ടപ്പെട്ട ജീവനുകൾ, സാധാരണക്കാരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടത് തന്നെയാണ്. വീണ്ടും പറയുന്നു, രഹസ്യാന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. പക്ഷേ പൊതുജനങ്ങളുടെ കൂടി ഒരു സഹകരണവും ജാഗ്രതയും ഇല്ലാതെ ഈ ഭീകരാക്രമണങ്ങൾ തടയുന്നതിൽ ഇപ്പോൾ അവർ 90% വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 95-99% കൂടി ഒരു വിജയം എന്നുള്ളത് നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളൊരു ജാഗ്രത പാലിക്കണം, നിതാന്ത ജാഗ്രത പാലിക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഈ വിവരം അറിഞ്ഞ വഴി ലഭ്യമാകുന്നിടത്തോളം വിവരങ്ങൾ ശേഖരിച്ച് അതിൽ പുറത്തുവിടാമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ അനുവദിച്ച വിവരങ്ങൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, രാജ്യമൊട്ടാകെ നിതാന്ത ജാഗ്രത പാലിക്കുവാനുള്ള, അതീവ ജാഗ്രത പാലിക്കുവാനുള്ള, ഹൈ അലേർട്ട് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നൽകുന്നത്. ഒരിക്കൽ കൂടി ലഭിച്ച വിവരങ്ങളൊന്ന് ആവർത്തിക്കാം പ്രേക്ഷകരുടെ അറിവിലേക്കായി. 9ഓളം ഭീകരവാദികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രധാനമായും ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സംഘത്തിൽപ്പെട്ടവരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ISIക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഷഹസാദ് ഭട്ടി എന്ന അധോലോക ക്രിമിനലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ 9 പേരും പ്രവർത്തിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത് ഭാരതത്തിലെ ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ബന്ധങ്ങളാണോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതവരിതുവരെ പുറത്തുവിട്ടിട്ടില്ല. കാരണം കൂടുതൽ അറസ്റ്റുകൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഒരിക്കൽ കൂടി അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യമൊട്ടാകെ പരന്നിരിക്കുന്നു. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പ്രത്യേകിച്ച് ഡൽഹി പോലീസിൻ്റെയും വലിയൊരു വിജയമാണ് ഇത്തരത്തിലൊരു വൻ ഭീകരാക്രമണത്തെ തകർക്കുവാൻ സാധിച്ചു എന്നുള്ളത്. അങ്ങനെ അവർക്ക് ചെയ്യുവാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരു ദുരന്തം, വലിയൊരു ദുരന്തം, മുംബൈയേക്കാൾ, ഒരുപക്ഷെ മുംബൈ ഭീകരാക്രമണത്തെക്കാൾ വലിയൊരു ദുരന്തം ഭാരതത്തെ തേടിയെത്തുമായിരുന്നു. യുദ്ധസമാനമായൊരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകേണ്ടൊരു അവസ്ഥ വീണ്ടും നമ്മെ തേടിയെത്തിയേനെ. എന്തായാലും ഡൽഹി പോലീസിന് അഭിനന്ദനങ്ങൾ. പൊതുജനങ്ങൾ നിതാന്ത ജാഗ്രത പാലിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.